ഹായ്, ഷെയർ മാർക്കറ്റിന്റെ ബേസിക്സ് മുതൽ പഠിച്ചു തുടങ്ങുന്ന വീഡിയോ സീരീസിന്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സിജു ജോർജ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എല്ലാവരും കണ്ടെത്തി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. ഇനി നമ്മൾക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. ഷെയർ എന്ന വാക്ക് അത് നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഇഷ്ടം പോലെ ഉപയോഗിക്കുന്നുണ്ട്. തറവാട് വിഹിതം വെച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഷെയർ ആണ് 10 സെന്റ് സ്ഥലം. അല്ലെങ്കിൽ 5-6 പേര് കൂടി ടൂർ പോകുന്നു, ദേ എന്റെ ഷെയർ പിടിച്ചോ 2000 രൂപ എന്നൊക്കെ നമ്മൾ ഇഷ്ടം പോലെ ഉപയോഗിക്കുന്നുണ്ട്. അതേ മീനിങ് തന്നെയാണ് ഷെയർ മാർക്കറ്റിലും ഷെയർ എന്ന വാക്കിനുള്ളത്. ഇനി കമ്പനികൾ എന്തിനാണ് അവരുടെ ഷെയറുകൾ വിൽക്കുന്നത്, നമ്മൾ എന്തിനാണ് ഈ ഷെയറുകൾ വാങ്ങിക്കുന്നത്? അപ്പോൾ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമുക്ക് കൃത്യമായി മനസ്സിലാക്കാം. അതിനായി നമുക്കൊരു ഷെയർ എന്നത് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒരു എക്സാമ്പിൾ നോക്കാം. നമ്മളുടെ ഈ സ്ഥാപനം മാർക്കറ്റ് ബീറ്റ്സ്, ഈ മാർക്കറ്റ് ബീറ്റ്സ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാനായി എനിക്കൊരു 10 ലക്ഷം രൂപ ചെലവ് വന്നു എന്ന് വിചാരിക്കുക. ഈ സ്ഥാപനത്തിൽ നിന്നുള്ള എന്റെ റവന്യൂ എന്ന് പറയുന്നത് ട്രേഡ് ചെയ്ത് റവന്യൂ ജനറേറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ പലതരത്തിലുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകളും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു എക്സാമ്പിൾ എടുക്കുക, ഒരു വർഷം എനിക്ക് ഈ സ്ഥാപനത്തിൽ നിന്നും ഒരു 3 ലക്ഷം രൂപ വരുമാനം കിട്ടുന്നു എന്ന് വിചാരിക്കും. ഇത് ജസ്റ്റ് ഒരു ട്രെയിനിങ് പർപ്പസിന് വേണ്ടി നമുക്ക് വളരെ എളുപ്പത്തിന് കാൽക്കുലേറ്റ് ചെയ്യാവുന്ന ഫിഗറുകൾ എടുത്തു തന്നെ ഉള്ളൂ. 10 ലക്ഷം രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഒരു വർഷം കിട്ടുന്ന ഒരു ആവറേജ് റിട്ടേൺ എന്ന് പറയുന്നത് 3 ലക്ഷമാണെന്ന് വിചാരിക്കുക. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. അപ്പോഴാണ് ഇപ്പോൾ മാർക്കറ്റും ട്രേഡിങ്ങും എല്ലാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വളരെയേറെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എന്റെ ട്രേഡിംഗ് സ്ട്രാറ്റജീനെ എനിക്ക് ഓട്ടോമേറ്റ് ചെയ്യണം എന്നൊരു താല്പര്യം വരുന്നു. അങ്ങനെ ഞാൻ അതിനെ അൽഗോ ട്രേഡ് ആക്കി മാറ്റാൻ ഉദ്ദേശിക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ എന്റെ ഈ ആശയം ഞാനൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പറുമായി ഡിസ്കസ് ചെയ്തപ്പോൾ അദ്ദേഹം പറയുന്നു, 2.5 ലക്ഷം രൂപ മുടക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഈ സ്ട്രാറ്റജിയുമായിട്ട് ചേരുന്ന ഒരു സോഫ്റ്റ്വെയർ അത് നിർമ്മിച്ചു തരാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. അങ്ങനെ അങ്ങ് വിചാരിക്കുക. ഇപ്പോൾ ഈ 2.5 ലക്ഷം രൂപ കയ്യിൽ നിന്ന് എടുക്കാൻ എനിക്ക് ഇല്ല എന്ന് വിചാരിക്കുക. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ബാങ്കിൽ നിന്ന് ലോണുകളായിട്ട് എടുക്കാം. സപ്പോസ് ഒരു ബാങ്കിൽ നിന്ന് നമുക്കൊരു ലോൺ എടുക്കുന്നു എന്ന് വിചാരിക്കുക. ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്ത മാസം തൊട്ട് തന്നെ നമ്മൾ അതിന്റെ റീപേയ്മെന്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. പക്ഷേ ഈ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് അതിന്റെ എറേഴ്സ് ഒക്കെ റെക്ടിഫൈ ചെയ്ത് ഇതിനെ ഒന്ന് പ്രോഫിറ്റായി വരണമെങ്കിൽ ചിലപ്പോൾ കുറച്ച് മാസങ്ങൾ തന്നെ എടുത്തേക്കാം. അപ്പോൾ ഈ മാസങ്ങൾ മുഴുവൻ നമ്മൾ ഈ ബാങ്കിന്റെ EMI അടയ്ക്കേണ്ടത് കയ്യിൽ നിന്നും എടുത്ത് അടയ്ക്കേണ്ടി വരും. ഇതുപോലെ തന്നെയാണ് എല്ലാ കമ്പനികളുടെയും അവസ്ഥ. അവർ ചിലപ്പോൾ ഒരു പുതിയ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ ചില മാസങ്ങളായിരിക്കുകയില്ല. അവർക്ക് ആ പുതിയ പ്രോജക്റ്റിൽ നിന്നുള്ള റിട്ടേൺ കിട്ടി വരണമെങ്കിൽ ചിലപ്പോൾ വർഷങ്ങൾ തന്നെ എടുത്തേക്കാം. അപ്പോൾ അത്രയും കാലം അവർ ഈ കടമായിട്ടെടുക്കുന്ന എമൗണ്ടിനുള്ള EMI അടച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ ലോൺ എടുത്ത് കാര്യങ്ങൾ ചെയ്യുക എന്നതിനേക്കാൾ ബെറ്റർ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്നാണ് കമ്പനികൾ അടുത്തത് ചിന്തിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു സ്ഥാപനത്തിനെ ഞാൻ എന്ത് ചെയ്യുന്നു, ഷെയറുകളാക്കി വീതിക്കുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ ഷെയറുകളാക്കി വീതിക്കണമെങ്കിൽ എനിക്ക് ഈ സ്ഥാപനത്തിന് ഒരു വാല്യൂ ഉണ്ടായിരിക്കണം, ഒരു വില ഉണ്ടായിരിക്കണം. ഇപ്പോൾ മാർക്കറ്റ് ബീറ്റ്സ് എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിന് ഞാൻ ഇട്ടിരിക്കുന്ന വില എന്ന് പറയുന്നത് 10 ലക്ഷം രൂപ തന്നെയാണെന്ന് വിചാരിക്കുക. 10 ലക്ഷം രൂപ മുതൽ മുടക്കി സ്റ്റാർട്ട് ചെയ്തത് കൊണ്ട് ഞാനിത് 10 ലക്ഷം രൂപയാണ് ഈ കമ്പനിയുടെ വില എന്ന് തീരുമാനിക്കുന്നു. ശരിക്കും കമ്പനിയുടെ വില തീരുമാനിക്കുന്നത് അങ്ങനെയല്ല, എന്നാലും മനസ്സിലാക്കാനായിട്ട് എളുപ്പത്തിന് ഞാൻ ഈ ഒരു എക്സാമ്പിൾ എടുക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ 10 ലക്ഷം രൂപ വില തീരുമാനിച്ചു. ഇനി ഈ 10 ലക്ഷം രൂപയെ ഞാൻ ഷെയറുകളായി സ്പ്ലിറ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു ഷെയറിന് എത്ര രൂപ വിലയിടണം? സ്റ്റാർട്ടിംഗ് വില കമ്പനിക്ക് തന്നെ തീരുമാനിക്കാം. എനിക്ക് തീരുമാനിക്കാം ഇതിന് എത്ര രൂപ വിലയിടണം എന്നുള്ളത്. സപ്പോസ് ഞാൻ ഒരു ഷെയറിന് 100 രൂപ എന്ന് വില ഇട്ടു എന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ എനിക്ക് ആകെ എത്ര ഷെയറുകൾ എൻ്റെ കയ്യിലുണ്ടായിരിക്കും? കമ്പനിയുടെ വാല്യൂ 10 ലക്ഷത്തിന് മുകളിലേക്ക് പോകാനും പറ്റില്ല. ഒരു ഷെയറിന് 100 രൂപ ഞാൻ കൂട്ടി ചെയ്യുകയാണെങ്കിൽ ഈ കമ്പനിയുടെ ആകെ ഷെയറുകളുടെ എണ്ണം എന്ന് പറയുന്നത് 10 ലക്ഷം ഡിവൈഡ് ബൈ 100 ആണ്, അതായത് 10,000. അപ്പോൾ 10,000 ഷെയർസ് ഉള്ള ഒരു കമ്പനി ആയിട്ട് ഇത് മാറും. ഇനി അതല്ല എന്റെ ഇഷ്ടം ഒരു ഷെയറിന് 1000 രൂപ കൂട്ടിയാനാണ് എങ്കിൽ ഈ കമ്പനിക്ക് പിന്നെ ആകെയുള്ളത് 1000 ഷെയറുകളായിരിക്കും. അതായത് 1000 × 1000. അപ്പോഴും കമ്പനിയുടെ വാല്യൂവിൽ മാറ്റം വന്നിട്ടില്ല, വാല്യൂ അപ്പോഴും 10 ലക്ഷം തന്നെയാണ്. ഇനി ഒരു ഷെയറിന്റെ വില 10 രൂപ മതി എന്നാണ് എന്റെ തീരുമാനം എന്നുണ്ടെങ്കിൽ 1 ലക്ഷം ഷെയറുകളുള്ള ഒരു കമ്പനിയായിട്ട് മാറും ഇത്. അപ്പോൾ ഇത് ഞാൻ ഇത്രയും എടുത്തു പറയാനുള്ള കാരണം, പല ആളുകളും ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, എനിക്ക് 100 രൂപയിൽ താഴെയുള്ള ഷെയറുകൾ മതി, എനിക്ക് 1000 രൂപയിൽ താഴെയുള്ള ഷെയറുകൾ മതി എന്നൊക്കെ. അപ്പോൾ ആ വിലയിൽ മാത്രം വലിയ കാര്യമൊന്നുമില്ല. ഒരു കമ്പനിയുടെ വില ഇന്ന് 100 രൂപയാണ്, അല്ലെങ്കിൽ 500 രൂപയാണ്, 1000 രൂപയാണ് എന്ന് മാത്രം പറയുന്നതിൽ വലിയ കഥയൊന്നുമില്ല എന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടെ ഈ മാർക്കറ്റ് ബീറ്റ്സ് ഞാൻ കോട്ട് ചെയ്തിരിക്കുന്ന വില 100 രൂപയാണെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ 10,000 ഷെയറുകൾ എൻ്റെ കയ്യിലുണ്ട്. ഇപ്പോഴത്തെ എൻ്റെ ആവശ്യം എന്ന് പറയുന്നത് 2.5 ലക്ഷം രൂപയാണ്. അപ്പോൾ 2,500 ഷെയറുകൾ വിറ്റ് കഴിഞ്ഞാൽ എൻ്റെ ഇപ്പോഴത്തെ ആവശ്യം നടക്കും.
അപ്പോൾ ഞാൻ 2500 ഷെയറുകൾ പുറമെ സെല്ല് ചെയ്യുന്നു. അങ്ങനെ 2.5 ലക്ഷം രൂപ കളക്ട് ചെയ്യുന്നു. എൻ്റെ ഇപ്പോഴത്തെ ആവശ്യമായിട്ടുള്ള സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തു. കമ്പനി വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ ഒരു വർഷം കഴിയുന്നു. ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഈ കമ്പനിയുടെ ആകെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 6 ലക്ഷം രൂപയായി എന്ന് വിചാരിക്കുക. മുന്നേ 3 ലക്ഷമായിരുന്നു, ഇന്നത് 6 ലക്ഷത്തിലേക്ക് മാറി. പക്ഷെ ഈ 6 ലക്ഷം രൂപ ഇപ്പോൾ എനിക്കെടുക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. കാരണം ഈ കമ്പനി എന്ന് പറയുന്നത് 10,000 ഷെയറുകളാണ് ഈ കമ്പനിക്കുള്ളത്. അപ്പോൾ ഈ 6 ലക്ഷം രൂപ വരുമാനത്തിന് എന്ത് ചെയ്യണം? 10,000 ഡിവൈഡ് ചെയ്യണം. അതായത് ഒരു ഷെയറിന് കിട്ടുന്ന ലാഭം എന്ന് പറയുന്നത് 60 രൂപയാണ്. അതിൽ 7,500 ഷെയറുകൾ എൻ്റെ കയ്യിലുണ്ട്, 2,500 ഷെയറുകൾ പുറമേക്ക് വിറ്റിട്ടുമുണ്ട്. അതായത് 2,500 ഇൻറ്റു 60, 1,50,000 രൂപ മറ്റ് ഷെയർ ഹോൾഡേഴ്സിനായി കൊടുക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ അപ്പോഴും ചിന്തിക്കുക, മുൻപ് കിട്ടിയിരുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഒരു വർഷത്തിൽ 3 ലക്ഷം രൂപയായിരുന്നു. ഇപ്പോൾ അത് 4.5 ലക്ഷം രൂപയായി എനിക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ എന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഇയർലി ഇൻകം അവിടെ ഉയർന്നു. അതുപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സിനെ സംബന്ധിച്ചാണെങ്കിൽ അവർ ഒരു തുക ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതിനുള്ള വളരെ ഡീസന്റ് ആയിട്ടുള്ള ഒരു റിട്ടേൺ അവർക്കും കിട്ടുന്നു. സോ കമ്പനി നല്ല രീതിയിൽ ഫംഗ്ഷൻ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ രണ്ട് കൂട്ടരും ഹാപ്പി ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അവസരത്തിൽ ഈ ഷെയറുകൾക്ക് അല്പം കൂടി ഡിമാൻഡ് വരും. മറ്റ് ആളുകളും ഈ കമ്പനിയുടെ ഷെയറുകൾ വാങ്ങിക്കാനായിട്ട് താല്പര്യം പ്രകടിപ്പിക്കും. ചിലപ്പോൾ എൻ്റെ അടുത്ത് അന്വേഷിച്ചു വന്നേക്കാം, ഇനിയും ഈ കമ്പനിയുടെ ഷെയറുകൾ വിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട്. പക്ഷെ കൂടുതൽ ഷെയറുകൾ വിൽക്കാൻ ഒരുപക്ഷെ എനിക്ക് താല്പര്യം കാണത്തില്ല. കൃത്യമായ ആവശ്യങ്ങളില്ലെങ്കിൽ കമ്പനികൾ ഒരിക്കലും അവരുടെ ഷെയറുകൾ വിൽക്കത്തില്ല. പക്ഷെ എനിക്ക് വേണമെങ്കിൽ അവരുടെ അടുത്ത് പറയാം, ഇത് 2,500 ഷെയറുകൾ ഞാൻ മറ്റ് ചിലർക്കായി കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ അവരുടെ കയ്യിൽ നിന്നും വാങ്ങിച്ചോളുക. കമ്പനിക്ക് അതിൽ പ്രത്യേകിച്ച് എതിർപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം കമ്പനി അത് വിറ്റ ഷെയറുകളാണ്. ആ ഷെയറുകൾ ആർക്ക് വേണമെങ്കിലും അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാം. അങ്ങനെ ഈ ഷെയർ ഹോൾഡേഴ്സിന്റെ അടുത്തേക്ക് മറ്റു ചിലർ ഷെയറുകൾ വേണമെന്ന് പറഞ്ഞ് അന്വേഷിച്ച് ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കിത് വിൽക്കാൻ വലിയ താല്പര്യം കാണത്തില്ല. കാരണം അവർക്ക് എല്ലാ വർഷവും നല്ലൊരു എമൗണ്ട് വെച്ച് ലാഭവിഹിതം കിട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ ഷെയർ ഹോൾഡേഴ്സ് അത് കൊടുക്കുകയില്ല. വേണമെങ്കിൽ അവർക്ക് ഒരു ഡിമാൻഡ് ഉന്നയിക്കാം, 150 രൂപ കിട്ടിയാലേ ഞാൻ ഈ ഷെയർ വിൽക്കുകയുള്ളൂ എന്ന്. അപ്പോൾ മേടിക്കാൻ വരുന്നയാൾ ചിന്തിക്കുന്നു, ഓക്കെ 150 രൂപയാണെങ്കിലും ഈ ഷെയർ വാങ്ങിക്കുന്നതിൽ വെർത്താണെന്ന് തോന്നുകയാണെങ്കിൽ അവരെന്ത് ചെയ്യും? 150 രൂപ കൊടുത്ത് ഈ ഷെയറുകൾ വാങ്ങിക്കും. ഇതാണ് ഒരു ഷെയറിന്റെ ഡിമാൻഡ് എന്ന് പറയുന്നത്. കമ്പനി നല്ല രീതിയിൽ ഫംഗ്ഷൻ ചെയ്ത് നന്നായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ ഷെയറുകൾക്ക് ഒരു ഡിമാൻഡ് ഉണ്ടായിരിക്കും. ആ ഡിമാൻഡാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. ഇനി നേരെ മറിച്ച് ഈ കമ്പനി വിചാരിച്ച പോലെയൊന്നും മുന്നോട്ട് പോകുന്നില്ല, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഡിവിഡൻഡ് ഒന്നും ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ഒന്നും ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഷെയർ വാങ്ങിച്ച ആളുകൾക്കാകട്ടെ അവരുടെ പൈസ തൽക്കാലത്തേക്ക് ബ്ലോക്കായി, കാര്യമായ ഡിവിഡൻഡ് ഒന്നും കിട്ടുന്നില്ല, ഇതെങ്ങനെയെങ്കിലും വിറ്റ് ഒഴിവാക്കണമെന്നാണ് അവർ ചിന്തിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ അവരിത് വിൽക്കാനായി ഒരു തേർഡ് പാർട്ടിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. അപ്പോൾ അവരിങ്ങനെ പറയുന്നു, ദേ ഞാൻ 100 രൂപയ്ക്ക് മേടിച്ചതാണ്, എനിക്ക് പ്രോഫിറ്റ് ഒന്നും വേണ്ട, ഞാൻ 100 രൂപയ്ക്ക് തന്നെ നിങ്ങൾക്ക് തന്നേക്കാം. പക്ഷെ ഇത് വാങ്ങിക്കുന്നയാൾ അപ്പോൾ ചിന്തിക്കും, അയാൾ ഈ കമ്പനിയുടെ മൊത്തം പ്രവർത്തനങ്ങളൊന്നും നോക്കിയിട്ട് അവർ പറയും, ഇത് 100 രൂപയ്ക്ക് വാങ്ങിക്കാനുള്ളതൊന്നുമില്ല, ഒരു 70 രൂപയ്ക്കാണെങ്കിൽ ഞാൻ വാങ്ങിക്കാം. ഇതാണ് സപ്ലൈ എന്ന് പറയുന്നത്. കമ്പനിയുടെ ഡിമാൻഡ് അവിടെ പോയി. ഇതിനെയാണ് വിൽപ്പന സമ്മർദ്ദം എന്ന് പറയുക. ഷെയർ ഹോൾഡേഴ്സ് അവരുടെ കയ്യിലുള്ള ഷെയറുകൾ എങ്ങനെയും വിറ്റുമാറാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ആ ഷെയറുകളുടെ വില താഴേക്ക് പോകും. അപ്പോൾ ഏതൊരു കമ്പനിയുടെ ആണെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് മാർക്കറ്റിൽ കാണുന്ന ഓരോ സെക്കൻഡിൽ നടക്കുന്ന അപ്പ് ആൻഡ് ഡൗൺ മൂവുകൾ എല്ലാം ഈ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ബേസ് ചെയ്തുകൊണ്ടാണ്. വാങ്ങിക്കാൻ കൂടുതൽ ആൾക്കാർ വരുന്നുണ്ട് എങ്കിൽ ആ ഷെയറുകൾക്ക് ഒരു ഡിമാൻഡ് ഉണ്ടായിരിക്കും, അതിന്റെ വില മുകളിലേക്ക് ഉയരുകയും ചെയ്യും. ഇനി അതല്ല, ആ ഷെയറുകൾ വിൽക്കാനാണ് കൂടുതൽ ആളുകൾ നിൽക്കുന്നതെങ്കിൽ അതിന്റെ വില താഴേക്ക് പോകുന്നതുമായിരിക്കും. അപ്പോൾ എന്താണ് ഒരു ഷെയർ എന്നും, എന്തിനു വേണ്ടിയാണ് കമ്പനികൾ ഷെയറുകൾ വിൽക്കുന്നതെന്നും, എന്തിനു വേണ്ടിയാണ് നമ്മളിപ്പോൾ ആളുകൾ കമ്പനികളുടെ ഷെയറുകൾ വാങ്ങിക്കുന്നതെന്നും, ഷെയറുകൾ വാങ്ങിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നതെന്നും, ഇനി അല്ല ഷെയറുകൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾക്ക് നഷ്ടം സംഭവിക്കുന്നതെന്നും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പോയിന്റുകൾ വ്യക്തമായിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്തേക്കുക. കൂടുതൽ ക്ലാരിഫിക്കേഷനോടുകൂടി അടുത്ത വീഡിയോകൾ ചെയ്യാൻ ശ്രമിക്കുന്നതുമാണ്. അപ്പോൾ അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കുക. താങ്ക് യു.